എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതിനാവശ്യമായിട്ട് നത്തോലി മീനാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 1/2 കിലോ നത്തോലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഓയിൽ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും, കുറച്ച് വെളുത്തുള്ളി അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവോള അതും ചെറിയ കഷ്ണമാക്കിയിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടി, അതുപോലെ എരിവുള്ള മുളക് പൊടി കുറച്ച്, അത് ആവശ്യത്തിനുള്ളത് എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഇതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ല് മാറുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി, ഒരു വലിയ തക്കാളി അതും ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണമാക്കിയിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് നല്ലവണ്ണം അത് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം, ഞാൻ ആ ഒരു പാനിലുള്ള വെള്ളം കുറച്ച് അതൊന്ന് ഇതാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഒന്ന് അരച്ചെടുത്തത്. വേറൊരു പാനിലേക്ക് 2 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ അതും ചേർത്തിട്ട് ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തു. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് അതും ചേർത്ത് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തു. അത് ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയുടെ ആവശ്യത്തിന് ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അത് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. 5 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഈ നത്തോലി ഇട്ട് കൊടുത്തു. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യണം. ഈ ഒരു മീൻകറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്നോട് അഭിപ്രായം പറയണം. പിന്നെ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.